ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പച്ചക്കായയും മൺപയറും കൊണ്ട് ഒരു അടിപൊളി തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിക്ക് മാത്രമല്ല, ചോറിനും പലഹാരത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. അപ്പോൾ ആ തേങ്ങയിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഒരു പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾ തോരൻ പോലെയല്ല, അവിയൽ പോലെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ തോരൻ ടൈപ്പിലാണ് വെക്കുന്നത്. അതായത് കുറച്ചൊന്ന് വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് വറ്റിച്ചെടുത്താണ് വെക്കുന്നത്. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് ചൂടായി പൊട്ടുന്ന സമയത്തിന് ഇനി നമുക്കിതിലോട്ട് വറ്റൽമുളക്, കറിവേപ്പില ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പച്ചക്കായ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. അതിനെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അതൊന്നും സാരമില്ല, ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വാടി കിട്ടുന്ന രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു അല്പസമയത്തിന് ശേഷം ഞാൻ അത് ഇതുപോലെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ കണ്ടല്ലോ, ഒന്ന് വാടി ചെറിയ പീസാക്കി ഇട്ടിരിക്കുന്ന കാരണം വേഗം വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ സമയത്ത് വേണം പയർ ചേർത്ത് കൊടുക്കാൻ. കുറച്ച് പയർ വേവിച്ച് വെച്ചതാണ്. വൺപയറോ ചെറുപയറോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതൊരു അവിയൽ രൂപത്തിൽ ഇച്ചിരി കുഴഞ്ഞ രൂപത്തിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി അധികം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇത് വേകാൻ വേണ്ടി ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക. അല്പസമയത്തിനകം താണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് മണമൊക്കെയാണ് കേട്ടോ. നമുക്കിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കണമെങ്കിൽ ഇത് മാത്രം മതിയാകും. അത്രയ്ക്കും ടേസ്റ്റാണ്. രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കാരണം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ പയറും കായൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തോരൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്നിട്ട് തന്നെ ഇനി വേണമെങ്കിൽ തുറതുറാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.